ഏതാ ബ്രോ ഇപ്പൊ സിനിമ എന്ന് ചോദിക്കില്ല. എന്താ ഇപ്പൊ സിനിമ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് അപ്പൊ എന്ത് പറയാൻ പറ്റും? അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇറ്റ് ഈസ് എ നോർമൽ പാർട്ട് ഓഫ് ഇപ്പോൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പ് താമസിക്കുന്ന ഒരു കപ്പിളാകുമ്പോൾ ഒബ്വിയസ്ലി they will get intimate, എസ്പെഷ്യലി കോവിഡിൻ്റെ സമയത്ത് വേറെ ഒരു പരിപാടികളും വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അല്ലെ ബോഡി ടച്ച് വേണം, അല്ലാണ്ട് നമ്മളത് ആ ഒരു ഫീല് കിട്ടില്ല, കാരണം കട്ട്സ് ഇല്ല. അപ്പോൾ ആ ഒരു വൈറ്റ് ഷോട്ടിൽ അത് വർക്ക് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് സീം റിയൽ. എൻ്റെ ആ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും പടം കണ്ടപ്പോൾ എടാ അത് അത്രയും ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഫസ്റ്റ് ചോദിച്ച ആൾക്കാർ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, എടാ സത്യം കേട്ടോ, ഞാനും എൻ്റെ ഹസ്ബൻഡും വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങൾ തോന്നുമ്പോൾ കൊമ്പുവയ്ക്കും, തോന്നുമ്പോൾ ഇത് ചെയ്യും. അപ്പോൾ ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി അതും അതിൻ്റെ ഭാഗമാവും. നമ്മൾ പറയാൻ പോലും മടിക്കുന്ന ഇപ്പോൾ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നാണമാണല്ലോ, ഒരു ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്നാൽ പടം കണ്ടപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി, വെരി സർപ്രൈസ്ഡ്. ആക്രമിക്കുക, കടിച്ചു കീറുക, മാന്തുക, പറയ്ക്കുക, അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കാലിറ്റി ഭയങ്കര ഡയലോഗില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കാലിറ്റി ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ആസ്പെക്റ്റാണ്. നമുക്ക് ചേച്ചിയാണെങ്കിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഷീ വാസ് വെരി എൻകറേജിങ്. ചേച്ചി തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ ഒരിക്കൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്തു. അതെ, അങ്ങനെയുടെ ഫിലിം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഇതിലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് അന്നേ അറിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ആസ് എൻ ആക്ടർ ഞാനൊരു സ്റ്റാർ ആയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നിട്ടില്ല ഞാൻ എൻ്റെ പൊളിറ്റിക്സിന് എന്താ പറയുക അഗ്രി ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. നമസ്കാരം. ആനന്ദത്തിലെ കുപ്പിയിൽ തുടങ്ങിയ ഒരു ജേണി, വിശാഖ് നായർ എന്ന് പറയുന്ന നടൻ്റെ ജേണി ഇപ്പോൾ ഫൂട്ടേജ് എന്ന സിനിമയിൽ വന്നെത്തിയിരിക്കുകയാണ്. ഫൂട്ടേജ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിശാഖ് ചേരുന്നു. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് ആനന്ദത്തിലെ കുപ്പിയാണ്, കുപ്പി എന്ന് പറഞ്ഞ ഇമേജാക്കി വിശാഖ് എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ. പിന്നീട് എന്നാൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിറ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫൂട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ആ ഒരു കുപ്പി എന്ന് പറഞ്ഞ ഒരു കോമഡി ക്യാരക്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ണി ആയിട്ടുള്ള കഥാപാത്രത്തെ എപ്പോഴും ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമങ്ങൾ വിശാഖിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിശാഖിൽ നിന്ന് അത്തരമുള്ള ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ടോ, അല്ലെങ്കിൽ അതൊരു ക്യാരക്ടർ എപ്പോഴും ബ്രേക്ക് ചെയ്യണമെന്നൊരു തോട്ട് ഉണ്ടായിട്ടില്ല? ഇല്ല, എപ്പോഴും ഉണ്ടാവാറുണ്ടോയെന്ന് വെച്ചാൽ അത് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് അത് കുറച്ചും കൂടെ നമ്മൾ നിരന്തരം അങ്ങനത്തെ പടങ്ങൾ ചെയ്തൊരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും കുറച്ച് പേഴ്സണലി എനിക്കത് ബോറായി തുടങ്ങിയായിരുന്നു. അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ഒരേ ടോണിലുള്ള ക്യാരക്ടേഴ്സ് തന്നെ, ഒരേ ഒരു ശൈലിയും. അപ്പം അതുകൊണ്ട് ആ ഒരു പോയിന്റ് 2018-19 ഒന്ന് തീരുമാനിച്ചു, നമുക്കൊന്ന് എസ്പെഷ്യലി ഓഡിയൻസിന് മനസ്സിലാണെങ്കിലും അതെ, ഫിലിം മേക്കേഴ്സിന് മനസ്സിലാണെങ്കിലും അതെ, ഒരു ചെറിയൊരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ വേറെ ടൈപ്പ് ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റിൽ നമുക്ക് എന്നാൽ ഓക്കെ, നമുക്ക് ഒന്ന് മാറി നിൽക്കാം, വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാം, കുറച്ച് ആഡ്സ് ഡയറക്റ്റ് ചെയ്യാം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് മാറി എന്നത്. അതിനുശേഷം ഐ തിങ്ക് പോസ്റ്റ് കോവിഡാണ് കുറച്ചും കൂടെ ഒരു മാറ്റം എന്ന് ഇപ്പോൾ പറയുന്ന ഒരു സാധനം സംഭവിക്കുന്നത്. കാരണം ആ സമയത്ത് അതെങ്ങനെ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കേരളത്തിന് പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള വളരെ ക്ലിയർ കട്ടായിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. കാരണം ഓഡിഷൻസ് ഒക്കെ ഓൺലൈൻ ആയി. ഇപ്പോൾ ബോംബെ പോയി നമുക്ക് ഓഡിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഓൺലൈനിൽ തന്നെ ചെയ്യാം, സെൽഫ് ടെസ്റ്റ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ആൻഡ് കോയിൻസിഡൻ്റ്ലി അറൗണ്ട് ദ സെയിം ടൈം എക്സിറ്റ് എന്നുള്ള ഒരു ഫിലിം നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ സൈജു ഏട്ടൻ ആ ഒരു സമയത്ത് ഏതോ ഒരു ഫോട്ടോഷൂട്ട് കണ്ടിട്ടാണ് പെട്ടെന്ന് ഫുട്ടേജിലേക്ക് വിളിക്കുന്നതും. നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു വിശാഖിനെ സെലക്ട് ചെയ്തെന്ന് പറയുന്നത് ആഷിക പോയിന്റ് ഒരു ഇതിൽ ഫോട്ടോഷൂട്ടിൽ കണ്ടിട്ട് ആഷികേട്ടൻ്റെ കൂടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്, മിൽമ ഐസ്ക്രീമിന്റെ ഒരു ആഡ് ചെയ്തിരുന്നത്. അത് സൈജുവേട്ടൻ എഡിറ്റ് ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് ഓക്കെ, ഇയാൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നീട് ഫുട്ടേജിലേക്ക് വിളിക്കുമ്പോൾ വിശാഖ് മുടിയൊക്കെ വെട്ടി കുറച്ചുകൂടെ വേറൊരു ലുക്കിലായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ലുക്ക് വേണമെന്ന് സഹിച്ചോട്ട് പറഞ്ഞു. അതെ, അപ്പൊ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഐ തിങ്ക് തേജസ് എന്ന് പറഞ്ഞൊരു ഹിന്ദി ഫിലിമിന്റെ ഷൂട്ടിലായിരുന്നു. അന്ന് കങ്ങനയുടെ കൂടെ. അപ്പൊ അന്ന് അത് മുടിയൊക്കെ പറ്റ വെട്ടി വേറെ ഒരു രൂപത്തിലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ മനസ്സിലുള്ള ഇപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ മുടിയുണ്ട്, കുറച്ചും കൂടെ ഒരു ചിസിൽഡായിട്ടുള്ള ഒരു ഫേസാണ്, അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. പക്ഷേ ലക്കിലി ഫോർ മീ എനിക്ക് കുറച്ച് പടം ഓണാവാൻ കുറച്ച് സമയം എടുത്തു. ഓൾമോസ്റ്റ് ഒരു 6 to 8 months ശേഷമാണ് പടം ഫൈനലി ഷൂട്ട് തുടങ്ങുന്നത്. ഐ തിങ്ക് മോർ ദൻ ദാറ്റ്. അപ്പോൾ ആ സമയം എടുത്ത് ബാക്കി പ്രോജക്ട്സ് തീർത്ത് ഈ പറഞ്ഞ ഇതിൻ്റെ ലുക്കിലേക്ക് എത്താൻ സമയം കിട്ടി. ഇപ്പോൾ സഹിച്ചേട്ടൻ പറഞ്ഞു ഫസ്റ്റ് ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫസ്റ്റ് മനസ്സിൽ വന്ന ഈ ഒരു കഥയുടെ ആദ്യം തൊട്ടുള്ളൊരു രൂപം അത് വിശാഖിൻ്റേതായിരുന്നു എന്നാണ്. പിന്നീടാണ് മറ്റേ പറഞ്ഞൊരു ഗായത്രിയുടെ ക്യാരക്ടറാകട്ടെ, മഞ്ചേച്ചിയുടെ ക്യാരക്ടറാകട്ടെ, പിന്നീട് ഓരോ സ്റ്റേജിൽ ഇപ്പോൾ ഗായത്രിയെ ഓഡീഷൻ ചെയ്ത് വരുന്നു, മഞ്ചേച്ചി ഇതുപോലെ ഷബ്ന പറഞ്ഞ് ഓക്കെ
മഞ്ജു ചേച്ചി നന്നായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ പക്ഷേ വിശാഖിൻ്റെ മുഖം ആദ്യമേ തൊട്ടുണ്ടായിരുന്നു എന്ന് സജിലും പറയുന്നു. ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ജേണി അതിനെങ്ങനെയാണ് വിശാഖ് കാണുന്നത്? അതൊരു ലോങ് ജേണി ആയിരുന്നു സത്യം പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ഒരു സൈജോട്ടം വിളിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ വേറെ സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നില്ല. കാരണം പുള്ളി അത്രയും അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് പുള്ളിയുടെ ഡെബ്യൂ ഡയറക്ടോറിയലിലും ഭാഗമാവുക. അതും ഞാൻ അതുവരെ ഒരു നായക റോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നായക വേഷം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പുള്ളിയുടെ പടത്തിൽ അങ്ങനത്തെ ഒരു റോള് തന്നപ്പോൾ അത് ഉറപ്പായിട്ടും ഡൗട്ടേ ഉണ്ടായിരുന്നില്ല. എക്സിറ്റിൻ്റെ വർക്കുകൾ അപ്പോൾ തുടങ്ങിയിട്ടില്ല. എക്സിറ്റിൻ്റെ വർക്ക് അപ്പോൾ ഇൻഫാക്ട് കഴിഞ്ഞായിരുന്നു, പക്ഷേ റിലീസ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കും ഒരു ജമ്പിങ് ഓഫ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ സജിവേട്ടൻ അത് ഭയങ്കര ഞാൻ എപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും പുള്ളിയോട്. കാരണം നമ്മളിൽ എന്തോ കണ്ട് പുള്ളിക്ക് ആ ഒരു വിശ്വാസവും ആ ഒരു ട്രസ്റ്റും ഏൽപ്പിച്ചിട്ടാണ് പിന്നെ ആ പടത്തിലേക്ക് വിളിക്കുന്നത്. എസ്പെഷ്യലി ഫസ്റ്റ് ഫിലിമിൽ പുള്ളിക്ക് വിളിക്കാൻ പറ്റാത്ത ആക്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ടല്ല, ഇഷ്ടംപോലെ ആക്ടേഴ്സും ചോദിക്കാം. കാരണം അത്രയും സീനിയർ ടെക്നീഷ്യൻ ആയതുകൊണ്ട് ഉറപ്പായിട്ടും വേറെ ആരെയും വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി ഒരു ബ്രാൻഡാണ്. അപ്പോൾ അതിൽ ഈ റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഐ തിങ്ക് ഇസ് എ ഹ്യൂജ് തിങ്. അത് റിസ്ക് തന്നെയായിരുന്നു. എസ്പെഷ്യലി ഇപ്പോൾ ഒരു സിനിമയാകുമ്പോൾ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ഫീസിബിലിറ്റി അങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ബാങ്കബിൾ സ്റ്റാറിനെ ഒരു പക്ഷേ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹി വുഡ് ഹവ് ഗോട്ടൺ എ ബിഗർ ബഡ്ജറ്റ്. പക്ഷേ എന്തോ പുള്ളിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇല്ല, നിന്നെ തന്നെ മതി, അല്ലെങ്കിൽ നീ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നമുക്ക് അത്രയും നാൾ വർക്ക് ചെയ്തതിൻ്റെ എന്താ പറയുക ഒരു അവാർഡ് കിട്ടിയ പോലെയായിരുന്നു. കാരണം പെട്ടെന്ന് ഒരാൾ നമ്മുടെ കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണല്ലോ. കാരണം നമുക്ക് ഒറ്റയ്ക്കൊരു സിനിമ പിടിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ഒരു ഫിലിം മേക്കർ നമ്മുടെ ഒരു ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ കാസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നല്ല റോൾസ് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഫൗണ്ട് ഫൂട്ടേജ് എന്ന് പറഞ്ഞൊരു ജോണറിൽ കഥ പറയുന്നു. ആ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ കഥ കേൾക്കുമ്പോൾ. ഞാൻ ഫൗണ്ട് ഫുട്ടേജ് ഫിലിംസ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഇങ്ങനത്തെ ഒരു ജോണറിലുള്ളൊരു ഫിലിമാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കത് അതിലൂടെ കണക്ട് ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാൽ ഒരു ഫൗണ്ട് ഫുട്ടേജ് ഫിലിമിൽ കാണാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിലത്തെ ഇത്രയും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക ഒരു കപ്പിളിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഇത്രയും കയറി ചെല്ലുന്ന ഒരു ഫൗണ്ട് ഫുട്ടേജ് ഫിലിം ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പോൾ കുറേ കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിലൊരു ത്രില്ലർ മാത്രമല്ല, ഇറ്റ്സ് എ റൊമാൻറ്റിക് ത്രില്ലർ എന്നാണ് സജിയോടൻ എന്നോട് ആദ്യമേ തൊട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഈ പേടിപ്പിക്കലും കാടും മലയും അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുണ്ട്. പുള്ളി പറയാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, കുറേ നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ആൾക്കാർക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. പക്ഷെ അത് ചർച്ച ചെയ്ത് മേ ബി ഇൻ ടൈം ആൾക്കാർ അതിലേക്ക് എത്തുന്നതാണ്. നോർമലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഇതായിട്ട് ഞാൻ ഇതുപോലെ അജയ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആണ് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ വളരെ നോർമലൈസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ അതിൽ നിങ്ങൾ രണ്ട് കഥാപാത്രങ്ങൾ ഈ ഗായത്രി ആയാലും വിശാഖയിലും രണ്ടുപേരും കൂടെ ഈ മിസ്റ്റീരിയസ് ലേഡിയെ തേടി കാട്ടിലേക്ക് പോകുന്ന സീൻ, ആ സീനിൽ നിങ്ങൾ രണ്ടുപേരും കാറിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊതുവെ നായകന്മാരാണ് ഈ പറഞ്ഞിരുന്ന എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ആയിട്ട് അന്വേഷിച്ചിറങ്ങും. ഇത് നേരെ തിരിച്ചാണ്. നായിക പോകുന്നു, നായകൻ നിനക്ക് പോകാൻ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അല്ല, അത് ഭയങ്കര അത് വലിയൊരു കാര്യം എന്ന് പറയുവാണെങ്കിൽ അല്ല. പക്ഷെ എന്നാൽ അത് ഈ ബ്രോ പറഞ്ഞ പോലെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളിപ്പോൾ ഈ മാച്ചോ ആൽഫ മെയിൽ ഇമേജ് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ കെയറിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു ബീറ്റ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ആളെ എന്തുകൊണ്ട് നായകനാക്കി കൂടാ എന്നുള്ളൊരു ചിന്ത ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പക്ഷെ അത് മാത്രമല്ല, നോർമലൈസ് ചെയ്യേണ്ട ഇതിലിപ്പോൾ നമ്മൾ പറയാൻ പോലും മടിക്കുന്ന ഇപ്പോൾ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നാണമാണല്ലോ, ഒരു ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്നാൽ പടം കണ്ടപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി, വെരി സർപ്രൈസ് ദാറ്റ് ഒരു മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് അത് കണ്ടപ്പോൾ അവർ പറയുന്നത് അല്ല, അത് ഈ പടത്തിന് അത് ആവശ്യമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ പടത്തിൻ്റെ ഓവറോൾ ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി ഉണ്ടല്ലോ, അതായത് മറ്റുള്ളവരുടെ പ്രൈവസിയിൽ നമ്മൾ കയറി തലയിടരുത്, ഈ വോയറിസം എന്ന് പറയുന്ന സാധനം നല്ലതല്ല, ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളതാണ് പടം പറയുന്നത് അൾട്ടിമേറ്റ്ലി. അപ്പം ഇവര് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പുറത്തെ ഫ്ലാറ്റുള്ള ആൾക്കാരെ ഇവർ മറ്റേ ക്യാമറ വെച്ച് സൂം ചെയ്ത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അവർ കയറി ചെല്ലുന്നുണ്ട്. അതേസമയത്ത് ബോറടിക്കുമ്പോൾ ഇവരെ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് ദ കോൺഫിഡൻസ് ദാറ്റ് നമ്മളെ ഈ ഷൂട്ട് ചെയ്യുന്നത് വേറെ ആരും കാണില്ല എന്നുള്ളൊരു സാധനം. പക്ഷെ അൾട്ടിമേറ്റ്ലി നാട് വേണം സിനിമയായിട്ട് കാണുകയാണ്, റൈറ്റ്? ഇപ്പോൾ ഒരു ഫൗണ്ട് ഫുട്ടേജ് ഫിലിമിലുള്ള അങ്ങനത്തെ ഒരു ഫിലിം വിത്ത് എ ഫിലിം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെറ്റ ആംഗിളും കൂടെ ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ പുള്ളി ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ എത്രമാത്രം അത് കൺസീവ് എന്നുള്ളത് ഒരുപക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാരിലേക്ക് അത് ഓക്കെ ഇങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിക്കുന്നത് ഒരു ആംഗിളും കൂടെ ഉണ്ടെന്ന് ആലോചിക്കുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ഫൈറ്റ് സീക്വൻസുകളിലേക്ക് നമുക്കറിയാം, ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്നൊരു മൊമെൻറ്റ്സ് ഉണ്ട്. ഈ
പൊതുവേ ഒരു സിനിമയിൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെയ്യുന്ന ഒരു രീതി അല്ലല്ലോ ഈ ഒരു സിനിമയിലേക്ക് വന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആകാം. ചലഞ്ചിങ് ആണ്, കാരണം ഈ ക്യാമറ ഇതിൻ്റെ അകത്തൊരു കഥാപാത്രമാണ്. ഈ 2 ക്യാമറകൾ, ക്യാം 1ഉം ക്യാം 2ഉം ഇതിൻ്റെ കഥാപാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഇതിലുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫിയും മറ്റു കാര്യങ്ങളും? കൊറിയോഗ്രാഫിയും റിഹേഴ്സൽസും ഒക്കെ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 months അതിന് വേണ്ടി മാറ്റി വെച്ചായിരുന്നു ഷൂട്ടിന് മുന്നേ. നോട്ട് ജസ്റ്റ് ഫൈറ്റ് സീൻസ്, ഈവൻ ഇപ്പോൾ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീൻസ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ആ പാർക്കിംഗ് ലോട്ടിലൂടെ മഞ്ജു ചേച്ചിയുടെ പുറകെ പോകുന്ന സീൻ ഫോർ എക്സാമ്പിൾ, അതൊരു ലോങ് ടേക്കാണ്, ഓൾമോസ്റ്റ് 7.5 minutes ഉണ്ട്. ഇപ്പോൾ ഈ ഫൈറ്റ് സീൻസ് മാത്രമല്ല, ഈവൻ ഡ്രമാറ്റിക് ആൻഡ് അല്ലാത്ത ആക്ഷൻ സീൻസ് ആണെങ്കിൽ പോലും എല്ലാം സിംഗിൾ ടേക്സിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് കൊറിയോഗ്രഫി ചെയ്ത് വിത്ത് മറ്റേ ബ്ലോക്കിംഗ് ആൻഡ് ഇപ്പോൾ ഫോണിലാണെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ കുറേ തവണ ഇറ്ററേറ്റ് ചെയ്തിട്ടാണ് ഫൈനലി സിനിമയിലേക്ക് ഒരു വേർഷനായിട്ട് എത്തുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു പ്രോസസ്സായിരുന്നു. പിന്നെ ഒരു 5 to 4 minute ഫൈറ്റൊക്കെ നമ്മൾ വിത്തൗട്ട് കട്ട് പെർഫോം ചെയ്യാനുള്ള അത്രയും ഒരു പ്രാക്ടീസ് ചെയ്ത് പക്കയാണെങ്കിൽ മാത്രമേ നമുക്ക് സേഫായിട്ട് സെറ്റിൽ ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി. എന്നാലും അപകടം സംഭവിക്കും. ഇപ്പം എൻ്റെ ഇപ്പോൾ ഈ തമ്പ് ഇത്രയും മടങ്ങുള്ളൂ, കാരണം അത് ചവിട്ടിയിട്ടതാണ്. ഇറ്റ് ഡസൻറ്റ് ഗോ മോർ ദാൻ ദാറ്റ്. പക്ഷെ അത് ഇതിൽ സംഭവിച്ചാൽ അത് എക്സിറ്റിൽ സംഭവിച്ചതാണ്. അപ്പോൾ എല്ലാ സിനിമയിലും ആക്ഷൻ ചെയ്യുമ്പോൾ ദർ ഈസ് എൻ എലിമെൻറ്റ് ഓഫ് റിസ്ക്. ഇപ്പോൾ ഇതിൽ മഞ്ജു ചേച്ചിയുടെ കൈ ഇഞ്ചുറി ആയിരുന്നു. ഗായത്രിയുടെ ബാക്കിന് ഒരു ചെറിയൊരു സ്പാസം പോലെ വന്നിരുന്നു. എല്ലാവർക്കും അങ്ങനത്തെ പല ഇഷ്യൂസ് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് 1 മാസത്തോളം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്തത്. നോർമലി ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പഞ്ചിന് നമ്മളൊരു ക്ലോസ് എടുത്തു, റിയാക്ഷൻ ഗ്രൂപ്പിനെ വെച്ച് മറിച്ചടിച്ചു, അങ്ങനെ പോകുമ്പോൾ ആ ഒരു ഓപ്ഷനേ ഇല്ലല്ലോ. അങ്ങനെ ചെയ്ത് പറ്റുള്ളൂ. ആബ്സല്യൂട്ട്ലി. പിന്നെ സൈജോട് ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പുള്ളിക്ക് ആ പെർഫെക്ഷൻ വേണം. അപ്പോൾ ശരിക്കും കൊണ്ട് കൊള്ളണം, അല്ലെ ബോഡി ടച്ച് വേണം, അല്ലാണ്ട് നമ്മളത് ആ ഒരു ഫീല് കിട്ടില്ല, കാരണം കട്ട്സ് ഇല്ല. അപ്പോൾ ആ ഒരു വൈറ്റ് ഷോട്ടിൽ ഇത് വർക്ക് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് സീം റിയൽ, തന്നെ വേണം. അപ്പോൾ നമ്മൾ മഞ്ജു ചേച്ചിയോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം, ചേച്ചി ഒരിക്കൽ ചെയ്താൽ മറ്റു മര്യാദയ്ക്ക് ചെയ്താൽ നമുക്ക് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ തല്ലിക്കോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം, നമുക്ക് ചെയ്യാം. എന്നിട്ട് 3-4 ടേക്കൊക്കെ പോകേണ്ടി വന്നു ആ സീൻസൊക്കെ. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? ചേച്ചിനെ തല്ലുക എന്നൊക്കെ പറയുന്ന ഒരു, അല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ പേടി ചേച്ചിക്ക്. മീൻസ് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചേച്ചിയാണെങ്കിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് ഷീ വാസ് വെരി എൻകറേജിങ്. ചേച്ചി തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞേടാ, അത് നമ്മൾ മര്യാദയ്ക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞാൽ ഒരിക്കൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതെ. പിന്നെ ഇത് ടേക്ക് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടി വരുവാണ്. കാരണം നമ്മളും ടയർഡാവാണ്, നമ്മുടെ ശ്രദ്ധയും പതുക്കെ തെറ്റി തുടങ്ങും. ആദ്യത്തെ ടേക്കിൽ കിട്ടുന്ന ആ ഒരു എനർജിയും അറ്റൻഷനും ഫ്രഷ്നെസ്സും ചിലപ്പോൾ ഇങ്ങനെ ഒരു 7th ടേക്ക് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. പക്ഷെ അത് തന്നോ കുഴപ്പമില്ല. പക്ഷെ ഭാഗ്യത്തിന് കൂടുതൽ ചേച്ചിയായിരുന്നു എന്നെ തല്ലിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നില്ല. അതിലുണ്ട് ഈ പറയുന്ന പോലെ ഒരു നോർമലൈസേഷൻ. ഈ ഫൈറ്റ് സീക്വൻസുകളിൽ പൊതുവേ നായകൻ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ തല്ലി ഒതുക്കുന്നതല്ല. ഇവിടെ സ്ത്രീയുടെ തല്ല് ആവശ്യത്തിൽ കൂടുതൽ പറയുന്ന പുരുഷന്റെ കഥാപാത്രത്തിന് കിട്ടുന്നുണ്ട്. അയാള് വീക്ക് ആകുന്നുണ്ട്. അതൊരു ഈ പറയുന്ന ഒരു നോർമലൈസേഷൻ്റെ ഒരു എലിമെന്റ് ആയിട്ട് തന്നെ കാണാവുന്നതാണ്. എനിവേസ്, സിനിമാറ്റോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ 2 പേരും ഉപയോഗിക്കുന്ന ക്യാമറകളിലൂടെയാണല്ലോ ഈ കഥ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറയിലൂടെ കാണുന്ന വിഷ്വൽസാണ് നമ്മൾ കാണുന്നത്. സോ നിങ്ങളും ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫിയുടെ ഒരു പാർട്ടാകുന്നുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പ്രോസസ്സ്? വിശാഖും ഓഫ് കോഴ്സ് ഈ പറഞ്ഞ ഓടുമ്പോഴൊക്കെ വിശാഖായിരിക്കും ചിലപ്പോൾ ക്യാമറ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ഒരു ഡാൻസ് പോലെയായിരുന്നു. ഇൻ ദ സെൻസ്, നമ്മുടെ ഓപ്പറേറ്റർ ഗോകുൽ എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേറ്റർ ഉണ്ട്. പുള്ളിക്കും ഷിനോസിക്കും നമ്മുടെ DOPക്കും ഭയങ്കര ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം ഗോകുലും ഞാനും ആൻഡ് ഒബ്വിയസ്ലി ഗായത്രിയും ഗോകുലും തമ്മിലുള്ള ഭയങ്കര ഒരു സിങ്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം പുള്ളി കൂടുതലും ഹാൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് സിനി ഓൾട്ടർ എന്ന് പറഞ്ഞൊരു സോണിയുടെ വെനസിൻ്റെ ഒരു വേർഷനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ലെൻസും അഡാപ്റ്ററും വേറെ ആൻഡ് ബോഡി വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും അതിനൊരു വെയിറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, ക്യാമറയുടെ ബോഡി പിടിക്കാൻ വേറെ ഒരു ആളും കൂടെ ഓടണം. അപ്പോൾ ഒരു 4-5 ആൾക്കാരാണ് ഈ പറഞ്ഞ ക്യാമറ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന 4-5 പേരാണ്, മൈസെൽഫ് ഇൻക്ലൂഡ്. ഇപ്പോൾ ചില പോയിന്റിൽ ഇപ്പോൾ ഡോർ തുറക്കണമെങ്കിൽ എൻ്റെ കൈ ഒന്ന് തുറക്കണം. ആ പോയിന്റിൽ ഈവൻ കുറച്ചൊന്ന് പാൻ ചെയ്താലേ കിട്ടുള്ളൂ. എന്നാൽ ദൂരെ നിന്ന് വരുന്ന പോലെ തോന്നരുത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ചില പോയിന്റ്സിൽ നമ്മൾ ഒരു പോയിന്റ് വരെ ഓപ്പറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവന് കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അത് വേറെ ഒരു പടത്തിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്റർവെൽ പോർഷനാണ് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോർഷൻ വന്നത്. വേറെ ക്യാമറ ബോഡിയിൽ റിഗ്ഡ് ആയിരുന്നു ഈ സാധനം. പുറകെ നമ്മുടെ ക്യാമറ ബോഡി പിടിക്കുന്ന ഭയം ഉണ്ടായിരുന്നു.
അപ്പം നമ്മളിത് വെച്ച് ഓടണം, വീഴണം, ചവിട്ട് കൊള്ളണം, അതിൻ്റെ കൂടെ അഭിനയിക്കണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ്, വെള്ളത്തിൽ വീഴുന്ന ഒരു സാധനം. പക്ഷെ അതിൻ്റെ ഒരു എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു മാജിക്ക് പോകും. പക്ഷേ അതും ഒരു 3-4 ലൊക്കേഷൻസ് ആണ് ശരിക്കും ആ ഒരു ചെറിയൊരു സാധനത്തിന് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പുഴയിലേക്ക് വീഴുന്നതും പുറത്ത് വരുന്നതും കരയിലെത്തുന്നതും ഒക്കെ 3-4 ലൊക്കേഷനാണ്. അപ്പോൾ സജീവൻ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ടാണ് അതിനൊരു ഫ്ലോ കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എവറി വേ. ഇപ്പോൾ ഈ സിനിമയിലെ ഇൻറ്റിമേറ്റ് സീൻസിലേക്ക് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. പിന്നീട് ട്രെയിലറിലായാലും ടീസറിലായാലും പിന്നീട് ഇപ്പോൾ സിനിമ വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ട്. അതിൽ ഓഫ് കോഴ്സ് നിങ്ങൾ രണ്ടുപേരും തന്നെ ചിത്രീകരിക്കുന്നതായിട്ടാണല്ലോ ആ രംഗങ്ങൾ. അതായത് നിങ്ങളുടെ ക്യാമറ ഓണാക്കി വെക്കുന്നു. പൊതുവേ നമുക്ക് ഇൻറ്റിമേറ്റ് സീൻസിന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ 2-3 കട്ട്സ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് തന്നെ അവസാനിപ്പിക്കും. പക്ഷെ ഇവിടെ ആ ഒരു സാധ്യതയില്ല. നിങ്ങൾ ഇൻറ്റിമേറ്റ് ആകുക, നിങ്ങൾ തന്നെ പിന്നെ എണീറ്റ് വന്ന് ഓഫ് ചെയ്യണം. പക്ഷെ ആ ഓഫ് ചെയ്യുന്നതിനും അതിനൊരു എന്താ പറയുക, നിങ്ങളതവിടെ ഓഫ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ വളരെ ഇൻറ്റിമേറ്റ് ഒരു മൂവ്മെന്റിൽ നിന്ന് എണീറ്റ് പോകുന്നു. അപ്പൊ അതിനൊരു റീസൺ വേണം. അല്ലാതെ വെറുതെ നമുക്ക് എന്ന് ഓഫ് ചെയ്യാം എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ഷൂട്ട് ചെയ്യുന്നതിനൊരു റീസൺ വേണം. ആ ഇൻറ്റിമേറ്റ് സീൻസിന് ഷൂട്ട് ചെയ്യുന്നതിന് റീസൺ വേണം. അത് ഓഫ് ചെയ്യുന്നതിനും റീസൺ വേണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇൻറ്റിമേറ്റ് ആകുന്ന ഇതിന് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വളരെ ഇതായിട്ട് നാച്ചുറലായിട്ട് ചെയ്യാൻ വേണം. അത് നിങ്ങൾ കുറച്ച് കാലമായിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു ഗായത്രിയോട് കൂടെ ഇൻറ്റിമേറ്റ് സീൻസിന് എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ സഹിച്ചിട്ടും ഫസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും ഇതായിരുന്നു. അതായത് ഇതിൽ കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ടാവും. കാരണം പുള്ളിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐഡിയ ഉണ്ടായിരുന്നു മനസ്സിൽ. അതായത് ഇങ്ങനത്തെ സാധനം നമ്മൾ നോർമലൈസ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ആ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും പടം കണ്ടപ്പോൾ അത് അത്രയും ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഫസ്റ്റ് ചോദിച്ച ആൾക്കാർ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചതിനോട് പറഞ്ഞു, സത്യം കേട്ടോ, ഞാനും എൻ്റെ ഹസ്ബൻഡും വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെയാണ്, ഞങ്ങൾ തോന്നുമ്പോൾ ഉമ്മയ്ക്കും തോന്നുമ്പോൾ ഇത് ചെയ്യും. അപ്പം ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി ഇതും അതിൻ്റെ ഭാഗമാവും. അപ്പോൾ ഈ പടത്തിൽ ഫോൺ ഫുട്ടേജ് ഫിലിം ആയതുകൊണ്ട് എക്സാക്ട്ലി നമുക്ക് മെഷർ ചെയ്ത് ഇത് മാത്രമേ കഥയ്ക്ക് പ്രാധാന്യമുള്ളത് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. കുറേ റാൻഡം ആയിട്ടുള്ള സാധനങ്ങൾ കയറി വരും. ഇതിൽ ഇന്റിമേറ്റ് സീൻസ് അല്ലാണ്ട് ഇപ്പോൾ റോഡിൽ കൂടെ സ്വിഗ്ഗി ചേട്ടന്മാർ പോകുന്നതും അവിടുന്ന് ഇവിടെ നിന്നുള്ള റാൻഡം കാട്ടില് നിങ്ങൾ കയറി പോകുന്ന സീൻ അതൊക്കെ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിന് പെട്ടെന്ന് മനസ്സിലാവും സാർ. നമ്മളിപ്പോൾ ഈ ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണോ, ക്യാമറ എവിടെയെന്ന് വെച്ചിട്ട് അവരെ നടന്നു പോകുന്നതാണ് എൻ്റെ. അപ്പോൾ അതൊക്കെ കയറി വരും എൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇന്റിമേറ്റ് സീൻസും അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമേ ഇത് അറിയാവുന്നതുകൊണ്ട് ഒബ്വിയസ്ലി ഐ ഹാഡ് ടു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. കാരണം ഞാൻ അതിന് മുന്നേ അങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് സീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഓൺ സ്ക്രീൻ കിസ്സസ് ഒരു മ്യൂസിക് വീഡിയോന് വേണ്ടിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊഴിച്ച് അങ്ങനെ ഇത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ഇതിൻ്റെ ഡയറക്ഷൻ ടീം, എൻ്റെ ഒരു ടെക്നിക്കൽ ടീം, ദ ഹോൾ ടീം. കാരണം നമ്മളെ അത്രയും കംഫർട്ടബിൾ ആക്കി തന്നാൽ മാത്രമേ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സെറ്റിൽ ഒരു 19 പേര് ഇങ്ങനെ തുറഞ്ഞു നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെറ്റിൽ ആകെ തന്നെ ഡയറക്ടർ, DOP, ഓപ്പറേറ്റർ, പുള്ളർ, പിന്നെ നമ്മൾ 2 പേരും, 3 പേരും ഉണ്ടായിരുന്നുള്ളൂ ഓൺ സെറ്റ്. പിന്നെ ഓരോ സിംഗിൾ സ്റ്റെപ്പും നമ്മൾ പ്രീ റിഹേഴ്സ്ഡ് ആയിരുന്നു. നമുക്കറിയാം ഓക്കെ എന്നെ പോയിന്റ് ഒരു പ്രോപ്പർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ ചെയ്യണം, പിന്നെ ഇവിടെ പിടിക്കണം, ഇവിടെ ക്യാമറ ലുക്ക്, അവിടെ ഇങ്ങോട്ട് ക്യാമറ വെച്ച് ഇങ്ങനെ തിരിഞ്ഞ് മറ്റത്. അപ്പോൾ ഒരു ഫൈറ്റ് സീൻ അല്ലെങ്കിൽ ഒരു ഡാൻസ് സീൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന അത്രയും തന്നെ ഡീറ്റെയിൽ തന്നെ ചെയ്യണം ഈ സാധനം. അപ്പം അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുമ്പോൾ ഇതിനെ എത്ര എങ്ങനെ നാച്ചുറൽ ആക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചാലഞ്ച്, ഗായത്രിക്കും എനിക്കും. കാരണം അഗൈൻ ക്യാമറ സം പോയിന്റ്സ് എസ്പെഷ്യലി ഫസ്റ്റ് സീനിൽ നമ്മൾ തന്നെയാണ് പിടിക്കുന്നത്, അവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്യാമറ വയ്ക്കുമ്പോൾ ഇവർക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അത് മനസ്സിലാക്കുമ്പോൾ അവിടുന്ന് ഒരു സിഗ്നൽ തരും. സിഗ്നൽ വരുമ്പോൾ നമ്മൾ ഇന്ന ലൈറ്റ് പിടിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇത് നാച്ചുറൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിലൊരു പ്ലേഫുൾനെസ്, ഒരു സ്നേഹം കൊണ്ടുവരിക, അല്ലാണ്ട് അനാവശ്യമായിട്ട് സെക്ഷലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വൾഗർ ആക്കുക എന്നുള്ളതായിരുന്നില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതായിരുന്നു. പടം വായിച്ചപ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ സഹിച്ചിട്ടുണ്ട് ഫസ്റ്റ് പറഞ്ഞ കാര്യം ചേട്ടാ ഇതിൽ ആരും ഇപ്പോൾ കുറേ പടങ്ങളിൽ ഇപ്പം ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ ഇറങ്ങിയ മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിംസിൽ ഈ ഇൻറ്റിമസി അല്ലെങ്കിൽ ഇങ്ങനത്തെ സീൻസ് കാണിക്കുമ്പോൾ എപ്പോഴും അതിലൊരു മെയിൽ ഗേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് ക്യാമറ വയ്ക്കുന്ന രീതി, അത് കട്ട് ചെയ്യുന്ന രീതി, എന്തിൽ ഇൻസേർട്ട് കൊടുക്കുന്നു, എന്ത് എക്സ്പ്രഷൻസ് കൊണ്ടുവരുന്നു, അതിലൊക്കെ ഒരു ഫിലിം മേക്കറിന്റെ ഒരു വ്യൂ പോയിന്റ് അറിഞ്ഞോ അറിയാണ്ടോ അതിൽ കയറി വരും. അപ്പോൾ അത് ഇതിലുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് അബൌട്ട് അസ് ദ ക്യാരക്ടേഴ്സ് ക്യാപ്ചറിങ് ഞങ്ങളുടെ ഒരു ഇന്റിമേറ്റ് മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇന്റിമേറ്റ് സീനിന്റെ ഇടയിൽ ഞങ്ങൾ ചിരിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട്, വിച്ച് ഇസ് ഓൾ വെരി റിയൽ അല്ലേ, നമ്മുടെ വീട്ടില് എല്ലാവരും അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു റിലേറ്റബിലിറ്റി ഉണ്ട്. പക്ഷെ വാട്ട് ഐ ഫീൽ ഇസ് ചിലവർക്ക് അത് കാണുമ്പോൾ, എസ്പെഷ്യലി നമ്മുടെ സൊസൈറ്റിയിൽ അത് കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ എന്നാൽ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്കൊരു ചെറിയൊരു ഷോക്ക് മാത്രമല്ല, ചിലവർക്ക് അതിനോട് ഒരു ചെറിയൊരു എതിർപ്പും ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ അതാണ് ഈ പറഞ്ഞ് നോർമലൈസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം പുള്ളി ആദ്യമേ നമ്മളോട് പറയാൻ കാരണം അത് തന്നെയായിരുന്നു. കാരണം ഇതൊക്കെ ഇറ്റ് ഈസ് എ നോർമൽ പാർട്ട് ഓഫ് ഇപ്പോൾ ഒരു ലിവിങ് റിലേഷൻഷിപ്പ് താമസിക്കുന്ന ഒരു കപ്പിളാകുമ്പോൾ ഒബ്വിയസ്ലി they will get intimate, എസ്പെഷ്യലി കോവിഡിൻ്റെ സമയത്ത് വേറെ ഒരു പരിപാടികളും വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് നോർമലൈസ് ചെയ്യുക, അതിനെ പ്ലേഫുള്ളിൽ ആൻഡ് ഒരു ലവിങ് വേയിൽ കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ എപ്പോഴും എന്തുകൊണ്ടായിരിക്കാം മറ്റുള്ളവരെ പ്രൈവസിയിലേക്ക് ഇത്ര, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ ഇവരതിലേക്ക് കയറി ചെല്ലാനുള്ളൊരു ഇതുണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് വിശാഖിൻ്റെ ഒരു തോട്ട്. ഐ തിങ്ക് ഇത് ഇപ്പോൾ ആദ്യമേ ഇയാൾ മറ്റേ ഫസ്റ്റ് സീനിൽ തന്നെ ഇയാൾ മറ്റേ അപ്പുറത്തെ ബിൽഡിങ്ങിലെ ഒരാളിലേക്ക് സൂം ഇൻ ചെയ്ത് നോക്കുമ്പോൾ അത് കോവിഡ് സമയത്താണ് കഥാപരമായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ വൺ ഫാക്ടർ ഇസ് ഡെഫിനറ്റ്ലി ബോറടിച്ചിരിക്കും, വേറെ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അവർ ചെയ്യുന്നതാണ് എന്നുള്ളൊരു കാര്യം. രണ്ടാമത് അവർക്ക് ആ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കാരണം ഇവർ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പ്രൈവസീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ ഭയങ്കര വേറെ ഒരു സാധനമാണ്. അപ്പോൾ വിച്ച് ഐ ഫൗണ്ട് ഇൻട്രസ്റ്റിംഗ്. കാരണം ഒരാളിപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്ങോ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലും പല കോൺഫ്ലിക്ട്സ് ഉണ്ടാവുമല്ലോ. എൻ്റെ വിശ്വാസങ്ങൾ തമ്മിൽ ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, എൻ്റെ പ്രവൃത്തിയും എൻ്റെ ചിന്തയും തമ്മിൽ പല കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ അഗൈൻ ഒരു റിയലിസ്റ്റിക് വേയിൽ ആലോചിക്കുമ്പോൾ ഐ തിങ്ക് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. അപ്പോൾ ഇവർ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഒരു പക്ഷേ അവർക്ക് ആ വേറൊരാളുടെ ഒരു പ്രൈവസീന് അത്രയും വില അവർ കൊടുക്കുന്നുള്ളൂ. ദേ തിങ്ക് ദാറ്റ് അയാൾ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അയാളെ ഇത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ, ഇത് നമ്മൾ എവിടെയും പോസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇത് നമ്മുടെ ഒരു ടൈം പാസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അതും തെറ്റാണ് എന്നുള്ളതാണ് പടം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഇതിനു മുന്നേ ഉള്ള ഈ പറഞ്ഞ പോലെ ആനന്ദം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു കാരിയറിന് നമുക്ക് വിശാഖിൻ്റെ ഒരു കാരിയറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം വരെ വിശാഖ അത്യാവശ്യം സിനിമകളുണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ വിശാഖത്തിന് ഒരു ഗ്യാപ്പ് എടുക്കുന്നു. ഇതിൻ്റെ ഇടയിൽ മലയാളികൾ വിശാഖിനെ മറന്നു പോകും എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഐ തിങ്ക് ഐം ലക്കി ആ കാര്യത്തിൽ. കാരണം ആൾക്കാർ ഇപ്പോഴും ഈ കുപ്പി എന്നുള്ള ക്യാരക്ടർ അത്രയും ഇപ്പോൾ താൻ എന്നെ വിശാഖ് എന്ന് വിളിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആൾക്കാർ ഒന്നിലിങ്ങനെ കുപ്പി എന്നല്ലെങ്കിൽ വൈശാഖെ എന്നൊക്കെ വിളിക്കാറുള്ളൂ. അപ്പോൾ മറന്നു പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്കൊരു പേഴ്സണലി നമ്മൾ എന്താ പറയുക, എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ ക്വിറ്റ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എന്നെ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അതൊരു ഇങ്ങോട്ടേക്ക് വരാൻ കുറേ സാക്രിഫൈസ് നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാനൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യുക, പേരൻസിനെ കൺവിൻസ് ചെയ്യുക, അത്രയും സ്ട്രഗിളൊക്കെ കഴിഞ്ഞാണ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. ചുറ്റുള്ളവരെ നാട്ടുകാർ, വീട്ടുകാർ, ഇത് എന്താണ് നീ ഇപ്പോൾ മറ്റേ NIT പോയി പഠിച്ചിട്ട് ഇതാണോ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിത് തന്നെ വേണമെന്ന് എൻ്റെ ഒരു എന്താ പറയുക അഗാധമായ ഒരു ആഗ്രഹവും സ്വപ്നവും കാരണമാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഒരു 1 year or maybe 2 years നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന് നമുക്കൊരു കിക്ക് കിട്ടുന്നില്ല, ചെയ്യുന്ന സിനിമകളിൽ നിന്ന് നമുക്കൊരു കിക്ക് കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ക്രിയേറ്റീവ്ലി. അപ്പോൾ അതുകൊണ്ട് ചെയ്തൊരു കാര്യമായിരുന്നു അത്. അതുകൊണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നെ എനിക്ക് പണ്ടേ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമുള്ളൊരു ആളായതുകൊണ്ട് ആ സമയം ഞാൻ വേസ്റ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ അനന്ത് ഡയറക്റ്റ് ചെയ്ത് ഗണേഷ് ചേട്ടനും ഞാനും കൂടെ ഞങ്ങളൊരു കമ്പനി തുടങ്ങി, മാഡ് ജീനിയസ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. ഞങ്ങൾ കുറേ ആഡ്സും കോർപ്പറേറ്റ് ഫിലിംസും മ്യൂസിക് വീഡിയോസൊക്കെ വർക്ക് ചെയ്തു. അതിൽ പലതും ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഫസ്റ്റ് എഡിയായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ബോംബെയിൽ ഇവിടെ ഫിലിം സിറ്റി പോയി ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റേ ഹിന്ദി ഫിലിമിൽ അഭിനയിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ പോയി നമുക്കൊരു സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടൈം വേസ്റ്റഡ്. ഐ തിങ്ക് അങ്ങനത്തെ ഒരു പോസ് എടുത്തത് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് പറഞ്ഞ നമ്മളെ ലൈം ലൈറ്റിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് വീഴുന്നു. ആ ഗ്യാപ്പ് വീഴുമ്പോൾ ചുറ്റുമുള്ളവർ ഒരു പക്ഷേ നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്തതിൻ്റെ ഇരട്ടി കൺവിൻസ് ചെയ്യേണ്ടി ഉറപ്പായിട്ടും. പക്ഷെ ആ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എനിക്കും ഒരു കോൺഫിഡൻസ് വന്നു ഐ തിങ്ക്. കാരണം എനിക്കൊരു അങ്ങനെ പണ്ട് ആൾക്കാർ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ വീട്ടുകാർ മാത്രമല്ല ആരാണെങ്കിലും നമ്മളോട് ഏതാ ബ്രോ സിനിമ എന്ന് ചോദിക്കില്ല, എന്താ ഇപ്പോൾ സിനിമ ഒന്നും ഇല്ലേ എന്നാണ് ചോദിക്കുക. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ ഒരു 10 പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഇത് തന്നെയായിരിക്കും ചോദ്യം, ഒരു പടമിലാണ് വീട്ടിലിരിക്കുമ്പോഴും ഇത് തന്നെയായിരിക്കും ചോദ്യം.
അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളത് വേറെ ഒന്നും ചെയ്യാനില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എക്സിറ്റ് എന്ന മൂവിയാണ്. വിശാഖ് എന്ന് പറയുന്ന ആക്ടർ ഒരു വേറൊരു ഫേസ് കാണാൻ പറ്റും അങ്ങനൊരു സിനിമ വരുന്നു. എന്നാൽ അത് വളരെ മിനിമലായിട്ടുള്ളൊരു ചിത്രമായി പോയി. ആ ചിത്രത്തിനടുത്തൊരു എഫേർട്ടിനെ ഇപ്പോൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാരണം അത് ഈ പറഞ്ഞ പോലെ ഒരു കാനിബലിസം ഒക്കെ വരുന്നുണ്ട്. വിശാഖിന്റെ ക്യാരക്ടർ കുറെ അധികം കാലം ഒരു ഇതില് മുറിക്കകത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ നടക്കുക എന്നല്ല പറയുക, എല്ലാം ഒരു ഇതാണ്. അതിനുവേണ്ടി ശരീരഭാരം കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് എഫേർട്സ് എടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ആ ഒരു ക്യാരക്ടർ അത് പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു കരിയറിൽ എത്രത്തോളം സാറ്റിസ്ഫൈ ആണ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇങ്ങോട്ടുള്ളൊരു ജേണിയിൽ ആ ക്യാരക്ടറിനെ എങ്ങനെ നോക്കി കാണും? ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ച് ഭയങ്കര പ്രൗഡാണ് എപ്പോഴും. കാരണം അത് എപ്പോഴും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെൻ്റെ ഒരു കേപ്പബിലിറ്റിക്ക് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടു. സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി. സിനിമയോടും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. കാരണം അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റഡ് ബഡ്ജറ്റിലൊക്കെ 1.5 രൂപയ്ക്ക് എന്തോ ആണ് ആ ഫുൾ പടം ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ അതൊന്നൊരു ബഡ്ജറ്റ് അല്ല ഇന്നത്തെ കാലത്ത്. പക്ഷെ അത്ര തന്നെ ബഡ്ജറ്റ് വേണ്ടി വരും. എക്സാക്ട്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ആ പടം വേണ്ട രീതിയിൽ ആൾക്കാരിലേക്ക് എത്താനും കാരണം അത് തന്നെ ആയിരിക്കാം. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ്സാണ്. അൾട്ടിമേറ്റ്ലി ഇതിൽ വേറെ കുറേ ലോബിയിങ്ങും പൊളിറ്റിക്സും ബിസിനസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് മേ ബി അത് പുള്ളിക്ക് ചിലപ്പോൾ അതൊരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ടാവാം ആ പോയിന്റിൽ, പടം ഇറക്കുന്നൊരു പോയിന്റിൽ. ബട്ട് ഈവൻ ദെൻ എന്നെ ഇപ്പോഴും സർപ്രൈസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഞങ്ങൾക്ക് എക്സിറ്റ് ഇറങ്ങിയപ്പോൾ ആകെ കൂടെ 10 സ്ക്രീനാണ് കേരളം മുഴുവൻ കിട്ടിയത്. പക്ഷെ പ്യോർലി ബൈ വേർഡ് ഓഫ് മൗത്ത്. അതിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പോസ്റ്റേഴ്സ് ഇടുന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ആൾക്കാർ റിവ്യൂസ് കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന്, ഇപ്പോൾ വനിതയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാ ഷോയും ഓൾമോസ്റ്റ് 75% ഫുള്ളായിരുന്നു. കാരണം ആൾക്കാർ ഈ റിവ്യൂസ് കണ്ട് വന്ന് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം കുറച്ചെങ്കിലും നമുക്കൊരു 2-3 ആഴ്ച പടം ഓടിക്കാൻ പറ്റി. 2-3 ആഴ്ച പടം ഓടിച്ചും അവർക്ക് പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് പുള്ളിക്ക് ബ്രേക്ക് ഈവൻ ആവാനും പറ്റി, ക്ലോസ് ടു ബ്രേക്ക് ഈവൻ ആവാനും പറ്റി. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് പടം ഇറങ്ങിയതിന് ശേഷമാണ് വന്നത്. കാരണം പക്ഷേ ഞാൻ ഐ തിങ്ക് കുറച്ചും കൂടെ ഒരു പ്രോപ്പറായിട്ട് ബിഗ് സ്കെയിലിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാമായിരുന്നു എന്ന് ഒരു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും ആ പോയിന്റിൽ. അപ്പോൾ ഐ തിങ്ക് ഇനിയിപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ മിഡൊക്കെ ആകുമ്പോഴത്തേക്കും അത് തമിഴിൽ ഇറക്കാനുള്ള പ്ലാൻ ഉണ്ട്. തമിഴിൽ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തും. OTT വരുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുന്നതാണ്. ആ ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് വിശാഖെന്നല്ല ഏതൊരു ആക്ട്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിൽ ഒന്നായിരിക്കും. കാരണം നമുക്ക് മുൻ മാതൃകകൾ അധികം ഇല്ലാത്ത, നമുക്ക് കണ്ടുപഠിക്കുക, ഒരു ആക്ടറെ ആയാലും കണ്ടുപഠിക്കുന്ന ചില ഒരു കാര്യങ്ങളുണ്ടാകും. നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നും തന്നെ ഇല്ലാത്തൊരു അത്രയും ഇതായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ഒരു എങ്ങനെയാണ് ചെയ്തെടുത്തത്? ഇപ്പോൾ ഇതിന് ആ ക്യാരക്ടർ ഇപ്പോൾ കാണാത്തവരോടും പറയണം, പക്ഷേ ആ ക്യാരക്ടർ ഒരു 10-25 വർഷമായിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ കാലിലും കയ്യിലും ഭയങ്കര വെയിറ്റ് വരുന്ന ചങ്ങലയുണ്ട്. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ നടത്തവും ഇരുത്തവും സംസാരവും ഒന്നും ഒരു മനുഷ്യനെ പോലെയല്ല. പുള്ളി നടക്കാൻ പഠിച്ചത് 8 കാലിനെയും പല്ലീനെയും എലീനെയും ഒക്കെ കണ്ടാണ്. അപ്പോൾ 4 കാലുമേയാണ് എപ്പോഴും. എന്നാൽ ഈ പടത്തിൽ കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരിക്കലും പഞ്ചും കിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ ആക്രമിക്കുക, കടിച്ചു കീറുക, മാന്തുക, പറയ്ക്കുക, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കാലിറ്റി ഭയങ്കര ഡയലോഗില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കാലിറ്റി ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ആസ്പെക്റ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് അതിന് ഭയങ്കര റീസെർച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഫെറൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു കാറ്റഗറി തന്നെയുണ്ട്. ഈ പറഞ്ഞ കാട്ടിൽ കളഞ്ഞു പോയ പിള്ളേര്, പിന്നെ ഈ മൗഗ്ലി പറയുന്ന സാധനം, ടാർസൻ മൗഗ്ലി. പക്ഷെ അതുപോലത്തെ റിയൽ കേസസ് ഇന്ത്യയിലും ആഫ്രിക്കയിലും പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈവൻ മോഡേൺ ഹിസ്റ്ററി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതായിരുന്നു എൻ്റെ ഈ റെഫറൻസിങ്. അങ്ങനത്തെ ഇപ്പോൾ പട്ടീനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട് റഷ്യയിൽ, സൈബീരിയയിൽ. അതുപോലെ തന്നെ ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ റുഡിയാർഡ് കിപ്ലിംഗ് ഒരു ശരിക്കുമുള്ള ഒരു ആളെ ബേസ് ചെയ്തിട്ടാണ് മൗഗ്ലി എന്നുള്ള ക്യാരക്ടറിനെ എഴുതുന്നത്. അപ്പോൾ അയാളുടെ ഫോട്ടോസ്, അയാളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പിങ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനത്തെ റെഫറൻസിങ് കുറേ ചെയ്യാൻ പറ്റി. ഈ ഒരു ഇങ്ങനത്തെ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു മനസ്സിലാൻ വേണ്ടി. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ് ഇയാൾക്ക് ഭാഷയില്ല. ആരും നമ്മൾ ഈ ഭാഷ ലിംഗ്വിസ്റ്റിക്സ്, അതെ ലാംഗ്വേജ് ഇല്ല. കാരണം എക്സാക്ട്ലി ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ PhD ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ഹൂസ് ഇൻ JNU. അപ്പോൾ പുള്ളിക്കാരത്തോട് സംസാരിച്ചിട്ട് ഈ ഭാഷ എങ്ങനെ ഡെവലപ്പ് ആവുമെന്ന് ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അവരൊരു ഫൊബിഡൻ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഒരു കുഞ്ഞിനെ ജന്മം തൊട്ട് ഒരു മുറിയിൽ നമ്മൾ ഇരുട്ട് മുറിയിൽ നമ്മൾ പൂട്ടിയിട്ടാൽ ആ കുഞ്ഞിന് ലാംഗ്വേജ് ഉണ്ടാവുമോ എന്ന് പഠിക്കാനുള്ള ഒരു ഫൊബിഡൻ എക്സ്പെരിമെൻറ്റ്, ഒരു തിയററ്റിക്കൽ തോട്ട് എക്സ്പെരിമെൻറ്റ് മാത്രമാണ്.
പക്ഷെ ആ ഒരു എക്സ്പെരിമെന്റ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അതായത് ഇപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി ഓക്കെ ശരി, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ പട്ടിനെയും പൂച്ചേനെയൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ് ഓടിക്കുമല്ലോ. ഭൂരിപക്ഷെ ഈ എൻ്റെ കെയർ ടേക്കർ അല്ലെങ്കിൽ ഈ വില്ലൻ എന്ന് പറഞ്ഞ കാര്യസ്ഥൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഈ ശബ്ദം വെച്ച് മാത്രമായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇയാളുടെ വൊക്കാബുലറി അത് മാത്രം ഉണ്ടായിരുന്നു. ആ ഒരു ശബ്ദം മാത്രമാണ് ആ ക്യാരക്ടറിൻ്റെ വൊക്കാബുലറി. പിന്നെ അച്ഛനെ അബ്ബ എന്ന് ചിലപ്പോൾ ചിലപ്പോൾ 2 വയസ്സായിരുന്നപ്പോഴോ ആദ്യത്തെ വാക്ക് ചിലപ്പോൾ അത് വിളിച്ചിട്ടുണ്ടാവാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും? കാരണം ഇതിൽ മറ്റേ ഈ ക്രൂരത മാത്രമല്ല, ഇയാളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കുഞ്ഞുണ്ട്, ഒരു കുട്ടിയുണ്ട്, ആ ഒരു ഇന്നസെൻസും കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. ഇനി ബോളിവുഡിൽ ഇതിനകം തന്നെ ഇപ്പോൾ എമർജൻസി റിലീസ് ചെയ്യുന്നു. എമർജൻസിയിൽ സഞ്ജയ് ഗാന്ധിയുടെ ക്യാരക്ടർ ചെയ്യുന്നു. ഒരു കങ്കണ മൂവി വരികയാണ്. ഓഫ് കോഴ്സ് കങ്കണയുടെ ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് പൊളിറ്റിക്കൽ സിനേറിയോസ് ഒരുപാട് വന്നേക്കാം, വരും, ഓഫ് കോഴ്സ് വരുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളൊരു വേഷമാണ്. അത് എങ്ങനെയായിരിക്കും, എന്താണ് ആ ഒരു സിനിമയുള്ള പ്രതീക്ഷ? ഒരു സത്യം പറയട്ടെ, സഞ്ജയ് ഗാന്ധി എന്നുള്ള ആളെക്കുറിച്ച് സത്യം പറഞ്ഞാൽ പലർക്കും അറിയില്ല. ഞാൻ പെട്ടെന്ന് ഇപ്പം നമ്മുടെ പോസ്റ്റ് ഇടുമ്പോൾ ബ്രോ രാജീവ് ഗാന്ധിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇപ്പം എമർജൻസി സമയത്ത് സഞ്ജയ് ഗാന്ധി ചെയ്തു കൂട്ടിയ കുറേ തോന്നിവാസങ്ങളും പുള്ളിക്കായി ചെയ്തു കൂട്ടിയ കുറേ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നസ്ബന്ദി, അതായത് സ്റ്റെറിലൈസേഷൻ, ഫോഴ്സ് സ്റ്റെറിലൈസേഷൻ ക്യാമ്പയിൻ പുള്ളി യു.പിയിലും പല സ്റ്റേറ്റ്സിലും പുള്ളി ലോഞ്ച് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഓൾഡ് ഡൽഹിയിൽ പുള്ളി ടർക്ക്മൻ ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവിടുത്തെ സ്ലംസ് ഒക്കെ ക്ലിയർ ചെയ്ത് അത് ക്ലീനിങ് അപ്പ് ഡൽഹി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് അങ്ങനെ കുറേ ചെയ്തു കൂട്ടിയായിരുന്നു. പുള്ളി ഒരു മെഗ്ലോമേനിയൊക്കെ ആയിരുന്നു, ഒരു പവർ ഹംഗ്രി, ഒരു ഓൾമോസ്റ്റ് ഡിക്റ്റേറ്റർ ലെവലിലേക്ക് പുള്ളി പോയേനെ. ഒരു പക്ഷേ എമർജൻസി കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഷീ വുഡ് ഹവ് കണ്ടിന്യൂഡ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഞാൻ കാണുന്നത്. അൾട്ടിമേറ്റ്ലി ഞാനൊരു ആക്ടറാണ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതായിട്ട് എംപത്തൈസ് ചെയ്തിട്ട് അതിനൊരു സത്യം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ജോലി. കങ്കണയുടെ ഫിലിം ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഇതിലുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് അന്നേ അറിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ആസ് എൻ ആക്ടർ ഞാനൊരു സ്റ്റാർ ആയിട്ടില്ല. അപ്പം എനിക്ക് എന്നിട്ടില്ല, ഞാൻ എൻ്റെ പൊളിറ്റിക്സിന് എന്താ പറയുക അഗ്രി ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്നെനിക്ക് പറയാൻ ആയിട്ടില്ല. ഓഫ് കോഴ്സ് പല കാര്യങ്ങളിലും ഞാൻ അഗ്രി ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ടു ഗുഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു സേ നോ ടു. എസ്പെഷ്യലി അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വേറൊരു മാർക്കറ്റിലേക്ക് എത്താനും, ഒരു ഇന്ത്യ മുഴുവൻ കാണാൻ പോകുന്ന ഒരു പടത്തിൻ്റെ ഭാഗമാവാനും, ഇത്രയും വലിയൊരു സ്കെയിലിൽ ഒരു പടത്തിൻ്റെ ഭാഗമാവാന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടർ ടുഡേ ഇന്നത്തെ വിശാഖ അതിനോട് നോ പറയാൻ പാടില്ല. എക്സാക്ട്ലി. അപ്പം അതുകൊണ്ട് ഐ വാസ് വെരി സർപ്രൈസ്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഈ പേടിയോടെയാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിനെയും അവരെയൊക്കെ കുറെ ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എൻ്റെ പേടി ഇതായിരുന്നു, അവരെ ഒരു വില്ലനായിട്ട് പെയിന്റ് ചെയ്ത് അവരെ ചുമ്മാ ഇതാക്കി കളയുന്നായിരുന്നു എൻ്റെ പേടി. പക്ഷെ എന്നാലും അതിലൊരു ഹ്യൂമൻ ആംഗിൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻ ദ സെൻസ് എന്തുകൊണ്ട് അവരിങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരിങ്ങനത്തെ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തത്, അങ്ങനത്തെ ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ഇമോഷണൽ ആൻഡ് ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്. പിന്നെ സഞ്ജയ് ഗാന്ധിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഐ ഡിഡ്ന്റ് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. ആൻഡ് കങ്കണയൊപ്പം രണ്ടാമത്തെ മൂവി തേജസ്, അതിനുശേഷം എങ്ങനെയുണ്ട് കങ്കണയ്ക്കൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ്? ഇത്രയും രണ്ട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പിച്ച ടൈപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം തേജസിൽ ഓഫ് കോഴ്സ് അതിലൊരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് അവരൊന്ന് അഭിനയിക്കുന്നത്. മറ്റേ സെറ്റ് ലെവൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഓൺ എമർജൻസി പുള്ളിക്കാരത്തി അതിൻ്റെ റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ആൻഡ് സ്റ്റാറാണ്. അപ്പോൾ പലപ്പോഴും അവർ ഫുൾ മേക്കപ്പിൽ ഇൻക്ലൂഡിങ് പ്രോസ്തെറ്റിക്സ് ആൻഡ് കോസ്റ്റ്യൂം ഇട്ടിറങ്ങുമ്പോൾ അവർ ഇന്ദിരാഗാന്ധിയാണ്, ഇൻ ക്യാരക്ടറാണ്. പക്ഷേ ഇൻ ക്യാരക്ടറുമായിട്ട് വന്നിട്ടാണ് അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു വിയേർഡ് ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ഐ ഹാവ് മാഡ് റെസ്പെക്ട് ഫോർ ഇറ്റ്. എന്തൊക്കെ പറഞ്ഞാലും ഇൻ ടേംസ് ഓഫ് ബീയിങ് എൻ ആക്ടർ, ഇൻ ടേംസ് ഓഫ് എ ഡയറക്ടർ, എനിക്ക് അവരോട് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്. കാരണം അത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റെടുത്തൊരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല. ആൻഡ് അവരും ഇപ്പോൾ ബോളിവുഡിൽ നിന്ന് കുറച്ചധികം മാറി നിൽക്കുകയാണ്. അപ്പോൾ ഈ മെയിൻ ഒരു ട്രഡീഷണൽ ബോളിവുഡിൻ്റെ ഭാഗമല്ല ഇപ്പോൾ അവർ. അപ്പോൾ ടു ഹാവ് ദ ഗട്ട്സ് ടു മേക്ക് എ ഫിലിം ലൈക്ക് ദിസ്, അത് അവരെ ശരിക്കും നമ്മൾ കമൻറ്റ് ചെയ്തേ പറ്റൂ. ഓഫ് കോഴ്സ് ലോട്ട് ഓഫ് പോയിന്റ്സ് ഓൺ സെറ്റ് അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഈ ഡയറക്റ്റിംഗ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഭയങ്കര ഒരു ട്രിക്കി ആയിട്ടുള്ള സാധനം. പലപ്പോഴും ഒരു ഡയറക്ടർ നമ്മുടെ അടുത്ത് എങ്ങനെ പറഞ്ഞു തരണം
എന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലവരൊന്നും കൂട്ടി പറയുക, അല്ലെങ്കിൽ ഒന്ന് താത്തുക, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്യുക. എല്ലാവർക്കും അവരുടേതായ സ്റ്റൈലുണ്ട്. ബട്ട് ഡയറക്റ്റിംഗ് ആക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ പക്കയാണ്. ഒരു രീതിയിലും എനിക്കൊന്നും കംപ്ലൈൻറ്റ് ഉണ്ട്. ഷീസ് എൻ ആക്ടർ ഹെർ സെൽഫ്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു സീൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് റോഡ് അടുത്ത് വന്ന് പറയുന്നതും രണ്ട് രീതിയിലായിരിക്കും. കാരണം എൻ്റെ ഒരു ആക്ടർ എന്താണ്, ഞാൻ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, എൻ്റെ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കിയായിരിക്കും എന്നോട് സംസാരിക്കുക. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ഷീസ് എൻ ആക്ടർ ഹെർ സെൽഫ്. ഓരോ ആക്ടേഴ്സിനും അവർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള സെൻസിബിലിറ്റി അവർക്കുണ്ട്. ഓഫ് കോഴ്സ്. പിന്നെ ഓഫ് കോഴ്സ് ഇത്രയും ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻ വർക്ക് ചെയ്യുമ്പോൾ ദേഷ്യം വരും, അവർ കയ്യിൽ നിന്ന് പോകും, അതൊക്കെ സംഭവിക്കും. പക്ഷെ ദി എൻഡ് ഓഫ് ദി ഡേ ആ പ്രോജക്റ്റ് കയ്യിൽ കൊണ്ടുപോകാന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് ഈസി. അറേഞ്ച് ചെയ്യണം. ഈ സ്ട്രെസ് ഒക്കെ മാറ്റി വെച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വരുമ്പോൾ പുള്ളിക്കാരത്തി അഭിനയിക്കുകയും വേണം. അപ്പോൾ അത് എളുപ്പമല്ല കേട്ടോ, അത് ഭയങ്കര പരിപാടി തന്നെയാണ്. ഇപ്പോൾ ഈ ആനന്ദം ടീമിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇപ്പോൾ ആനന്ദം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ഇപ്പോൾ റോഷൻ ആകട്ടെ അല്ലെങ്കിൽ അനാർക്കലി ആകട്ടെ, നിങ്ങളുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് പ്രോജക്റ്റ് റോഷന് മുമ്പ് എനിക്ക് തോന്നുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട്, 2 കൊല്ലം ചെയ്തിട്ടുണ്ട്. ബട്ട് എങ്കിലും നിങ്ങളെല്ലാവരും ഫെയിമിലേക്ക് വരുന്നു, നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. പിന്നീട് പക്ഷെ നിങ്ങളെല്ലാവരും ഇപ്പോൾ റോഷനായാലും അനാർക്കലി ആയാലും വിശാഖായാലും നിങ്ങൾ ആ മൂവിൽ കാണുന്ന ഒരു ചോക്ലേറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല എങ്കിലും ആ ഒരു ക്യൂട്ട് ആ ഒരു ഇമേജ് എല്ലാവരും തന്നെ ബ്രേക്ക് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങളെ ആ കോസ്റ്റാഴ്സ് റോഷൻ അല്ലെങ്കിൽ അനാർക്കലി അവരെ വിശാഖ എങ്ങനെ ഇപ്പോൾ വിലയിരുത്തുന്നു അവരുടെ ഒരു കരിയറിനെ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാക്സ് എല്ലാവരും പിടിച്ചത്. എല്ലാവരും വേറെ രീതിയിലാണ് പോയത് അല്ലേ. ഇപ്പോൾ ഞാൻ ബിക്കോസ് നേരത്തെ സംസാരിച്ച പോലെ കോമഡി ആയതുകൊണ്ട് എനിക്ക് അതേ ടൈപ്പ് ക്യാരക്ടേഴ്സ് വീണ്ടും വരാൻ തുടങ്ങി. റോഷൻ അതിനുശേഷം വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി. അഞ്ജലി മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തു കൂടെയിൽ. അതിൽ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഗീതു മാം അവനെ വിളിക്കുന്നത് മൂത്തോണ്ടിലേക്ക്. അത് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് കശ്യപ് പുള്ളിനെ വിളിക്കുന്നത് മറ്റേലേക്ക് ചോട്ടിലേക്ക്. അപ്പം അങ്ങനെ ഹി ഹാഡ് എ വെരി നൈസ് ഗ്രാഫ്. ഒരു നല്ല പടങ്ങളുടെ നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റി റോഷന് പെട്ടെന്ന് തന്നെ. ഐ തിങ്ക് ദാറ്റ് ഇസ് വെരി നൈസ് ഫോർ ഹിം. ഒരു ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ്. ഓഫ് കോഴ്സ് ഈസ് എ റിയലി ഗുഡ് ആക്ടർ ഓൾസോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവന് കിട്ടി. ഐ എം വെരി ഹാപ്പി ഫോർ ഹിം. അനാർക്കലിക്ക് അതുപോലെ തന്നെ കുറച്ച് സമയം എടുത്തു ഒന്നും ആയി വരാൻ. പിന്നെ അവള് കുറച്ചും കൂടെ അവളുടെ മറ്റേ ടാലൻസ് കുറെ എക്സ്പ്ലോർ ചെയ്തു. ആസ് എ സിംഗർ, ആസ് എ ഡാൻസർ, വേറെ കുറെ കാര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും കോവിഡിന് ശേഷമൊക്കെ അവള് ഭയങ്കര ഇതായി. പിന്നെ ഇപ്പോഴാണ് ഗഗനാചാരിയും മന്ദാകിനിയൊക്കെ വന്ന് അവള് വീണ്ടും സിനിമയിലേക്ക് സജീവമായിട്ട് വരുന്ന ഒരു സമയം. അരുണിന്റെ കേസിൽ ഓഫ് കോഴ്സ് മഞ്ഞുമേൽ ബോയ്സ്. ആൻഡ് അഗൈൻ അരുണിന്റെ കേസിലും ഈസ് ഓൾസോ ബിൻ വെരി ലക്കി എന്ന് മാത്രമേ പറയില്ല. അവൻ വളരെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ചെയ്യുകയും ഏറ്റവും കൂടുതൽ വളരെ ജെന്യുവൻ ആയിട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് ചേട്ടാ നിങ്ങളോട് വർക്ക് ചെയ്യണമെന്ന് പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി അരുൺ. ആ ഒരു റെസ്പെക്റ്റ് അവനുണ്ട്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, എനിക്ക് അറിയില്ല അത് ചെയ്യാൻ. പക്ഷെ അവൻ ചോദിച്ചു വാങ്ങി അത് ഭയങ്കര മടിയാണ്. പക്ഷെ അവൻ ആ കാര്യത്തിൽ അടിപൊളിയാണ്. വളരെ ജെന്യുവനായിട്ട്, ഫേക്ക് ചെയ്തല്ല, അവൻ വളരെ ജെന്യുവനായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന് തമാശയും മഞ്ഞുമേലും അങ്ങനത്തെ നല്ല കുറേ സിനിമ, ലാജു സാറിൻ്റെ കൂടെ മറ്റേ വെടിപാടിൻ്റെ പുസ്തകം, അപ്പം അതൊക്കെ അവന് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ഇസ് ഓൾസോ ബിക്കോസ് ഓഫ് അങ്ങനത്തെ ഒരു ഭയങ്കര നല്ല ക്വാളിറ്റി അവനുണ്ട്. ആൻഡ് ഈസ് ഓൾസോ വെരി നൈസ് ആക്ടർ. പക്ഷെ അവൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവൻ്റെ ഉള്ളിലുള്ള നടൻ ഇപ്പോഴും ആൾക്കാർ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. തൊമ്മ അതുപോലെ തന്നെ ബിജു നമ്പ്യാർ സാറിന്റെ ഒരു പടത്തിൽ അഭിനയിച്ചു. ഇപ്പൊ എവരി വൺ ഈസ് ഹാവിങ് ദെയർ ഓൺ ഒരു ജേണി. ഈ പറയുന്ന പോലെ ആ ഒരു ചട്ടക്കൂടി നിൽക്കാതെ ഒരു ജേണി ഉണ്ടായിട്ടുണ്ട്, വിച്ച് ഐ തിങ്ക് ഇസ് ഗ്രേറ്റ്. കാരണം അത് വേണമല്ലോ. നമുക്ക് എപ്പോഴും എനിക്ക് പറ്റിയതുപോലെ മറ്റുള്ളവർക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം അവർ പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വന്നു. സിദ്ധി ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി സിനിമയിൽ നിന്ന് മാറി, പുള്ളിക്കാരത്തി പഠിത്തവും അതൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. ഐ തിങ്ക് ഇറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലൊരു തുടക്കമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അതിനുശേഷം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വന്നു, എങ്ങനെ ഞങ്ങളത് ക്യാപിറ്റലൈസ് ചെയ്തു അനുസരിച്ച് ഇരിക്കും ഞങ്ങളുടെ കരിയർ. പിന്നെ ബ്രൂ സിനിമയാണ്. ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഒരു പുതിയൊരു ആക്ടറിന് ചിലപ്പോൾ ഒരു പടം ഹിറ്റായാൽ ചിലപ്പോൾ അടുത്തൊരു പടം കിട്ടും. അത് ഹിറ്റായാൽ പിന്നെ പുള്ളി ഒരു സ്റ്റാറായി മാറും. ചിലവര് ഒരു 6, 7, 8 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഒരു നല്ലൊരു സാധനം കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ നമ്മളത് കൈവിടാണ്ട് പിടിക്കുക എന്നുള്ളതല്ലാണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വർഷങ്ങൾ റോബർട്ട് ഡൗണി ജൂനിയർ എത്രയോ വർഷത്തിന് ശേഷമാണ് പുള്ളി അയൺമാൻ ആവുന്നത്. അപ്പോ ആ വിശ്വാസം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഹൃദയം എന്ന മൂവിയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ആകുന്നു.
ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ ഒരു ചിത്രത്തിന്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഒരു ഡയറക്ടറിന്റെ വിഷനും അയാളുടെ എക്സ്പെക്ടേഷനും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആൻഡ് വരുന്ന ഒരു പൂൾ ഓഫ് ആക്ടേഴ്സിന് ആ ക്യാരക്ടറിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ തിരഞ്ഞെടുക്കുക. നോട്ട് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഇവൻ നല്ല നടനാണ്, അപ്പൊ നമുക്ക് ക്യാരക്ടർ അതിനനുസരിച്ച് മാറ്റി ഇവനെ നമുക്ക് അതിലേക്ക് കാസ്റ്റ് ചെയ്യാന്നുള്ള ഒരു അപ്രോച്ച് വർക്ക് ആവില്ല. ഇതാണ് ക്യാരക്ടർ. ഈ ക്യാരക്ടറിന് നിങ്ങളുടെ ടാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഫിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ അതില് ഐ തിങ്ക് ഒരു 3-4 ഡേയ്സ് കേരളത്തിൽ നമ്മൾ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒരു വെന്യൂല് വെച്ച് ഓഡിഷൻസ് നടത്തി. മൾട്ടിപ്പിൾ റൗണ്ട്സ് ഉണ്ടായിരുന്നു. ആദ്യം ഓൺലൈനായിരുന്നു, അതിൽ നിന്ന് വീഡിയോസ് നമ്മൾ സോർട്ട് ചെയ്ത് പിന്നെ ഇവിടെ വന്ന് ലൈവായിട്ട് ഓഡിഷൻ, പിന്നെ ഒരു ഫൈനൽ റൗണ്ട് വേറെ ഇവിടെ പനമ്പള്ളിയില്ല, നമ്മുടെ എറണാകുളത്തുള്ള വേറെ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ നടത്തി. അങ്ങനെയാണ് എൻ്റെ ഒരു 3-4 ലെവൽസ് ഓഫ് പ്രോസസ്സ് എൻ്റെ ചെന്നൈയിലും ഉണ്ടായിരുന്നു ഓഡിഷൻസ് തമിഴ് ക്യാരക്ടേഴ്സിന് വേണ്ടി. അപ്പോൾ അതിൽ പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഉള്ള ആക്ടേഴ്സും പിന്നെ ചില പടങ്ങളിൽ നമ്മൾ 1-2 സീനിലൊക്കെ കണ്ടിരിക്കുന്ന ആക്ടേഴ്സും ഒക്കെ വന്നു. വിച്ച് ഇസ് വെരി ഹാർട്ടനിങ്. കാരണം അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ള ഇല്ലാത്തൊരു മെയിൻ ഒരു പ്രശ്നമല്ല, പക്ഷെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഓഡിഷൻ കൾച്ചർ ഇല്ല. അപ്പോൾ ആസ് എൻ ആക്ടർ ഇപ്പം എനിക്ക് എൻ്റെ ഒരു വേറെ ഒരു സൈഡ് കാണിക്കണമെങ്കിൽ എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ വേറൊരു സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നാലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു ഓഡിഷൻ സെലക്ട് ചെയ്യണം. അതെ, നമ്മളെ വിളിച്ചാലേ കിട്ടുള്ളൂ. അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു കാസ്റ്റിംഗ് ഏജൻസിയുടെ അടുത്ത് ഒരു 10 ഓഡിഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അവരും ഒരു ഡയറക്ടറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ വേറെ ഒരുത്തൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്, എനിക്ക് അത് നിങ്ങളൊന്ന് കണ്ടു, കമന്റ് സൂട്ട് ആവുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻ പെട്ടെന്ന് ബിൽഡാക്കാൻ പറ്റും. പക്ഷേ ഈ ഓഡിഷൻ പ്രോസസ്സിലൂടെ, ഹൃദയത്തിൻ്റെ ഓഡിഷൻ പ്രോസസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇസ് ദാറ്റ് ആക്ടേഴ്സ് ആർ മോർ ദൻ റെഡി ടു ഓഡിഷൻ. ആ ഒരു പ്രശ്നമില്ല നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആർട്സ് ഒരു സൊസൈറ്റിയിൽ ഓഡിഷൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആക്ടേഴ്സ് ഇഷ്ടം പോലെ പേരുണ്ട്. റെഡി അല്ലാത്തവരും ഉണ്ട്. ബട്ട് ഓഡിഷൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ ഉള്ളിടത്തോളം കാലം ഐ തിങ്ക് ആ ഒരു ഓഡിഷൻ കൾച്ചറിലൂടെ വരണം. എന്നാലേ നമുക്ക് പുതിയ ടാലൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആക്ടേഴ്സിനാണെങ്കിൽ പോലും വേറെ ടൈപ്പ് ക്യാരക്ടേഴ്സ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലുള്ള പല ആക്ടേഴ്സും ഇപ്പോൾ ദേ ഗോൺ ഓൺ ടു ഡു കുറേ നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ കഥകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ ഹൃദയത്തിലെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നു, പിന്നീട് ഇതിൽ ഒരു റോള് ചെയ്തിട്ടുണ്ട്, ചെറുതാണ്. ആ ഒരു സീനൊക്കെ ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു, ഓർമ്മയുണ്ടോ? ട്രെയിൻ സീൻ. പിന്നെ അതിന് വന്ന് കുറെ ട്രോളുകളും ഈ ഹൃദയത്തിലുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളൂ? അത് ഒരിക്കലും പ്രതീക്ഷയില്ല. ഞാൻ എൻ്റെ മനസ്സിലത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാസ്റ്റ് ചെയ്തു വന്നാൽ പിന്നെ വിനീതേട്ടൻ ഞാനും ഒരു സീൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ എന്നാൽ ശരി നീ ക്യാരക്ടർ ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി എൻ്റെ ഒരു സന്തോഷത്തിന് പോയി ചെയ്തതാണ്. അതൊരു എക്സ്ട്രാ ഒരു ചെറിയ ഉണ്ട് കേക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്ട്രാ ഒരു സാധനമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ എന്തോ റീസൺ അത് വർക്കായി, എന്തോ അത് വെച്ച് മീംസ് ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഓക്കെ. ഈ മൂവിയിലേക്ക് എത്തുന്നത് എങ്ങനെ? ഇപ്പോൾ വിശാഖിനെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് എന്തുകൊണ്ടായിരിക്കും വിനീതേട്ടൻ വിളിക്കുന്നത്? ഐ തിങ്ക് അത് പുള്ളിക്ക് അറിയായിരുന്നു. ഇങ്ങനത്തെ ഒരു കോളേജ് ക്യാമ്പസ് ഫിലിം ആകുമ്പോൾ കുറേ ആക്ടേഴ്സ്, കുറേ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വിനീതനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് തൊട്ട് തന്നെ. അപ്പോൾ ഐ തിങ്ക് ആ സമയത്ത് ഇങ്ങനെ ഹൃദയത്തിൻ്റെ വർക്ക് തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ഞാൻ പുള്ളിയോട് എന്തോ ചോദിക്കുകയെന്തോ ചെയ്തു. ഞാൻ ചേട്ടാ നിങ്ങളുണ്ടെങ്കിൽ റൈപ്പിംഗ് അല്ലെങ്കിൽ ക്യാൻ ഐ പ്ലീസ് ബി എ പാർട്ട് ഓഫ് ദ ഫിലിം എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് പുള്ളിക്കത് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തരാൻ തോന്നിയത്. പക്ഷെ ഭയങ്കര ഒരു എൻലൈറ്റനിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ആ സ്ക്രിപ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി വിനീതൻ്റെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു 1-2 മാസം കൂടെ ഉണ്ടായിരുന്നു. കാസ്റ്റിംഗ് മാത്രമായിരുന്നില്ല, ഇതിൻ്റെ സ്ക്രിപ്റ്റിനുള്ള ട്രാൻസ്ലേഷൻസ് OTT-നും പല റീസൺസിനായിട്ട് തമിഴ് ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഫുൾ സ്ക്രിപ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പം അങ്ങനത്തെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും എൻ്റെ തലയിൽ വന്നു. അപ്പോൾ ഞാനും ഇതിൻ്റെ ഹാസിഫ് എന്ന് പറഞ്ഞൊരു ഏഡിയും കൂടെ ആയിരുന്നു ഇത് ഇരുന്ന് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം ഇവരുടെ ഈ ഒരു വിനീതൻ്റെ പ്രോസസ്സ് പഠിക്കുക, പുള്ളിയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണ്, പുള്ളിയുടെ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. ഒരു ഫിലിം മേക്കർ എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വിനീതൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോഴൊക്കെ ഒരു ഫിലിം മേക്കർ ആകണമെന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകില്ലേ? എപ്പോഴായിരിക്കും നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റും വിശാഖിൻ്റെ ഒരു സിനിമ? അറിയില്ല ബ്രോ, ബിക്കോസ് എഴുതുന്നുണ്ട്. ഇപ്പോൾ സിൻസ് കോവിഡ് 2-3 സ്ക്രീൻ പ്ലേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒരു സ്ക്രീൻ പ്ലേ, എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല പ്രാക്ടിക്കലി ഇപ്പോൾ എനിക്ക് എടുത്താൽ പൊങ്ങുന്ന ഒരു കഥ എന്നുള്ള രീതിയിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് പലരായിട്ട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ടെക്നിക്കൽ ക്രൂ എല്ലാവരും ലോക്ക്ഡാണ്, ഇന്നാണ്. കാസ്റ്റ് എന്ന് പറയുന്ന 4 സ്ത്രീകളാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ഒരു ഓൺസോമ്പിൾ ഫിലിമാണ്, അതായത് എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു ഫിലിമാണ്.
അപ്പം അതുകൊണ്ട് തന്നെ 4 ഈ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ ഏറ്റവും അറിയപ്പെടുന്ന 4 യങ് ആക്ടേഴ്സ് തന്നെ ഫീമെയിൽ ആക്ടേഴ്സ് തന്നെ വേണമെന്നുള്ള ഒരു ടൈപ്പ് ഒരു പാക്കേജിങ് ആണ് അതിൻ്റെത്. അതുകൊണ്ട് കുറച്ച് നമുക്കറിയുന്ന കുറച്ച് ആക്ടേഴ്സിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് സാധനം തോന്നിയിട്ടുണ്ട്. പക്ഷേ അഗൈൻ ബിക്കോസ് ഇറ്റ് ഈസ് എ ഫീമെയിൽ ലെഡ് ഫിലിം, ആ ഒരു ഫിലിമിൻ്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി പലർക്കും ഒരു ഇതാണ്. കാരണം ഇതൊരു സ്ലൈസ് ഓഫ് ലൈഫ് സിനിമയല്ല, ഇതൊരു ആക്ഷൻ കോമഡി ത്രില്ലറാണ്. അപ്പോൾ അതിൽ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്, ചേസ് സീക്വൻസസ്, ഫൈറ്റ് സീക്വൻസസ്, സ്ഫോടനം, ചക്ക മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ പെൺപിള്ളേരെ വെച്ച് അങ്ങനത്തെ ഒരു പടം അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ മലയാളത്തിലുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രൈമറി കൺസേൺ. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിന് പുറത്തും പതുക്കെ പിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ സംഭവിക്കുന്ന അറിയില്ല, അത് സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ. ഓക്കെ, അപ്പോൾ വിശാഖിൻ്റെ ഒരു ജേണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫൂട്ടേജ് അതിനൊരു മൈൽ സ്റ്റോൺ ആകട്ടെ. ഇനി അങ്ങോട്ട് എന്താ പറയുക, ഫൂട്ടേജ് ബേസ് ചെയ്തുകൊണ്ട് ഇനി വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വിശാഖിനെ തേടി വരട്ടെ. അതോടൊപ്പം തന്നെ വിശാഖ് എന്ന ഫിലിം മേക്കറിനും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല വിശാഖ് എന്ന ഫിലിം മേക്കറിനെ. വിശാഖ് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ വിശാഖ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഹാൻഡി ക്യാം കൊണ്ട് പണ്ട് ഷൂട്ട് ചെയ്ത അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വിശാഖ് എന്ന ഫിലിം മേക്കറിനെയും അടുത്ത് തന്നെ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.